നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും വിഷയങ്ങൾ തിരിച്ചുള്ള പ്രത്യേകമുള്ള വിശദമായിട്ടുള്ള ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്നുള്ള ഏകദേശ ഫലങ്ങളെയാണ് ഇപ്പോൾ പറയുന്നത്. അശ്വതി മുതൽ പൂയം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. നക്ഷത്രഫലത്തെ കൂടാതെ ഓരോ ദശാകാലവും അനുഭവിക്കുന്നവർക്ക് എങ്ങനെ ഈ വർഷം ഉണ്ടാകും എന്നുള്ളതും ദോഷപരിഹാരങ്ങളും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആയില്യ നക്ഷത്രക്കാർക്ക് കഷ്ടതകൾ വിട്ടൊഴിയുന്ന സമയമാണ് 2025. നഷ്ടപ്പെട്ട സാധനങ്ങൾ, സാമഗ്രികളൊക്കെ, പണവുമൊക്കെ തിരികെ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ പൊതുവെ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറയുന്നതാണ്. അശ്രദ്ധ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വയം പരിശീലിക്കുക. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതലെടുക്കുക. വിവാഹാലോചനയൊക്കെ വന്ന് തടസ്സപ്പെട്ടിരുന്നവർക്ക് അതൊക്കെ മാറി പുതിയ നല്ല ബന്ധങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ പ്രത്യേകമായി ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വീട് വാങ്ങാനും വീട് പണി നടത്തുവാനും വീട് പുതുക്കി പണിയുന്നതിനുമൊക്കെയുള്ള അനുകൂല സാഹചര്യമുള്ള വർഷമാണ്. ആയില്യ നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുക. ബുധദശ ഏകദേശം 17 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ ഉണ്ടായിരുന്നു എന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 17 വയസ്സ് വരെ കേതുർദശ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മൂന്നാമത്തെ ദശകാലമായിട്ടുള്ള ശുക്രദശ അനുകൂലമല്ല. ശുക്രദശാകാലം അനുഭവിക്കുന്ന ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ പുതുവർഷത്തിൽ ദേവീക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. തൊഴിൽ കാര്യത്തിലും മറ്റും തടസ്സങ്ങൾ ഉണ്ടാകാതെ ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. അതിനുശേഷം 43 വയസ്സ് വരെ ആദ്യത്തെ ദശാകാലമാണ്. ഇത് ഏകദേശം അനുകൂല സമയമാണ്. അതിനുശേഷം 10 വർഷക്കാലം ചന്ദ്രദശാകാലമാണ്. ഈ കാലവും ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം 60 വയസ്സ് വരെ ചൊവ്വാദശയും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് പറയും. അതിനുശേഷം 78 വയസ്സ് വരെ രാഹുർദശ. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി പ്രയോജനം ചെയ്യുന്ന ദശാകാലങ്ങളൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നർത്ഥം. അതായത് ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമാകുന്നത് കേതുർദശ, സൂര്യദശ, ചൊവ്വാദശ എന്നീ ദശാകാലങ്ങളാണ്. അതൊക്കെ വളരെ കുറഞ്ഞ കാലയളവാണ് എന്നുള്ളതാണ്. ആയില്യ നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായിട്ടും ദോഷശാന്തിക്കുമായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പഞ്ചാമൃതം വഴിപാടുകൾ നടത്തുക, കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുക, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ഉപവാസം എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.